ഹായ് ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എങ്ങനെ പോണു? നമ്മളിപ്പോൾ ഇന്ന് രാവിലെ എന്ത് കടി ഉണ്ടാക്കാന്ന് ഇങ്ങനെ നോക്കി എത്തിരിക്കുക. അപ്പോൾ നമ്മളെ ചപ്പാത്തി ഇങ്ങനെ എന്നെ തന്നെ നോക്കി ഇരിക്കുന്നുണ്ട്, ചപ്പാത്തി പൊടിയും. ഞാനെന്താട്ടി ഇന്ന് അത് വേണ്ട, എൻ്റെ കുട്ടികൾ ആ ചപ്പാത്തി ഉണ്ടാക്കിയെന്നെ അന്ന് നിന്നില്ല. അപ്പോൾ ഞാനെന്താട്ടി ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കി. അപ്പോഴും ഒരേ കടിയായ രസം ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചും വേണ്ട. നേരം എന്താക്കി നമ്മൾ നൂൽപുട്ടിന് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഒരേ ദിവസത്തിന് ഒരേ കടി ഉണ്ടാക്കും. ഞാൻ ഓരോ ദിവസം മാറി മാറി കടി ഉണ്ടാക്കും. പിന്നെ നമ്മൾ സ്റ്റൗമ്മക്ക് നമ്മളെ വെള്ളമൊക്കെ കൊടുന്ന് വെച്ച് കത്തിച്ചൊക്കെ ചെയ്ത് കല്ലുപ്പൊക്കെ ഇട്ടു. അങ്ങനെ പിന്നെ ഒക്കെ കത്തിച്ച് അതൊക്കെ സെറ്റാക്കി കല്ലുപ്പൊക്കെ ഇട്ടിച്ച് അതവിടെ ആക്കി വെച്ചു. ഇനി നമുക്ക് നൂൽപുട്ട് എടുക്കണം. അതിനൊരു ചട്ടി എടുത്ത് നേരെ അതിന് പോന്നു. പിന്നെ നൂൽപുട്ട് പൊടി എടുക്കണം. ഞാൻ ഏകദേശം ഒരു 1.25 നാഴൊക്കെ ഞാൻ എടുക്കുള്ളൂ. എന്നിട്ട് തെങ്ങിലെന്ന് ഇങ്ങനെ കരുതിയില്ല. ആകെ എന്താ ഈ 3 മനസ്സല്ലേ ഉള്ളൂ, ഞാനും 2 കുട്ടികളും. പിന്നെ രാവിലെ ഇത് ചേർക്ക ഉണ്ടാവില്ല, ചായ കണ്ടി ആവില്ല, കടയിൽ പോയിട്ടല്ലേ കാരണം. അപ്പം ഞാനെന്തായിട്ട് ഒരു 1.25 നാഴി എൻ്റെ അടുത്ത് ആയി. പിന്നെ തെങ്ങിലെന്നൊരു മനസ്സൊക്കെ ഒരു ഇതുണ്ടാവും. പിന്നെയും തുള്ളി പൊടി എടുത്തു. നമ്മളൊരു വീക്ക്നെസ്സാണ് അതൊക്കെ. അങ്ങനെ പിന്നെ അത് ആ ബക്കറ്റ് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോക്കാണ്. പിന്നെ അതവിടെ കൊണ്ടുപോയി വെച്ചു. നേരെ നമ്മൾ നൂൽപുട്ടിൻ്റെ അച്ഛൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നില്ല, എന്താ പെണ്ണെടുക്കാത്തത് നേരത്തെ കുത്തിരിക്കാർ നൂൽപുട്ടിൻ്റെ അച്ഛൻ. പിന്നെ അതിൽ നേരെ എടുത്ത് നേരെ ഇങ്ങോട്ട് കൊടുന്നു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എണ്ണ പൊറ്റൽ. ഞാനങ്ങനെ തേങ്ങ എടുക്കില്ല, തേങ്ങ നമുക്ക് മുതലാവില്ലേ, തേങ്ങക്ക് എന്താ വില. പിന്നെ എന്തായിരുന്നു തേങ്ങ അങ്ങനെ എടുക്കലില്ല. എണ്ണാക്കി നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യില്ല. പിന്നെ നേരെ നമ്മൾ കുഴക്കാൻ വേണ്ടി കേട്ടോ നൂൽപുട്ട്. വെള്ളം ഏറുമെന്നിൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ വെള്ളം ഏറിയില്ല, എന്തൊരു ഭാഗ്യം കൊണ്ട്. ഞാൻ നല്ല അളക്കല്ലാണ്. ഞാൻ എന്തായാലും ഞാനൊക്കെ അളക്കണം. അങ്ങനെയൊക്കെ ഇളക്കി ഒരു പരിവാക്കുണ്ട്. എന്താ കൈതപ്പേച്ച് അമ്മ തിളച്ച വെള്ളം, ഞാൻ തിളച്ച വെള്ളത്തിലോട്ട് കുഴക്കൽ. ചില ആൾക്കാർ പച്ചവെള്ളത്തിൽ കുഴക്കണ കുറേ ആൾക്കാരുണ്ട്. നമ്മളെന്താട്ടി നേരെ തിളച്ചെള്ളത്തിൽ കുഴച്ചു. ഞാൻ ഈ ഒരു എന്താ പറയുക മരത്തിൻ്റെ ഈ ഒരു ചട്ടകം കൊണ്ടാണ് ഞാൻ കുഴക്കാം, എനിക്കതാ ഇഷ്ടം. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് 4 തട്ടായിട്ട് എൻ്റെ അടുത്ത് ഉള്ളത്. ഞാൻ 2 ആദ്യം പീച്ച് എന്നിട്ട് വെക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടേ. 4 തട്ടാണ് നൂൽപുട്ടിൻ്റെ അച്ച്. നൂൽപുട്ടിൻ്റെ ആ ഒരു പാത്രങ്ങളുണ്ടല്ലോ, അത് 4 പാടെ ഞാൻ എന്താ പറയുക പീച്ചിങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയറിയിട്ട് ആ നൂൽപുട്ടിനൊക്കെ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അങ്ങനെ വെള്ളം പിന്നെയും കണ്ടാവും. ഞാനെന്താട്ടോ ആ നൂൽപുട്ട് ഒക്കെ പാടയിൽ വെക്കൂല കേട്ടോ. ഞാൻ 2 തട്ടിലാദ്യം പീച്ചിട്ട് വെക്കും, ഞാൻ ചെയ്യൽ. അങ്ങനെയൊക്കെ പിന്നെ ലാസ്റ്റ് നമ്മൾ നൂൽപുട്ട് ഇങ്ങനെ പീച്ചി കൊണ്ട് ഇത്തിരിക്കണം. ഇടയ്ക്കും ടൈറ്റാവും നൂൽപുട്ട്, അപ്പം അച്ഛൻ കിട്ടാതാവും. ഇന്നെന്താണെന്ന് അറിയില്ല കേട്ടോ, നമുക്ക് നേരെ കിട്ടിയിരിക്കണം. അങ്ങനെ പിന്നെ എന്താട്ടി നേരെ നമ്മൾ നൂൽപുട്ട് പീച്ച്. അങ്ങനെ പിന്നെ നൂൽപുട്ടൊക്കെ പീച്ച് അതൊക്കെ നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചു. പിന്നെ നൂൽപുട്ടൊക്കെ ആവി പറക്കണതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. സ്പൂണൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ എന്തൊരു ഓർമ്മയില്ല, ഒറ്റ കൊണ്ടു കിട്ടി. എന്തായാലും എണ്ണ പുരട്ടുന്ന പിന്നെ പെട്ടെന്ന് കിട്ടും. അങ്ങനെയൊക്കെ പിന്നെ എണ്ണയൊക്കെ പുരട്ടിയതൊക്കെ കിട്ടി. അത് നമ്മളെ കൊളസ്ട്രോൾക്കൊക്കെ കിട്ടും. മറ്റാൾക്കാരെ നീച്ചിട്ടില്ല എൻ്റെ കുട്ടികളെ. പിന്നെ ഞാൻ മദ്രസക്ക് എനിക്ക് പോകാനുള്ള ചായക്ക് വെച്ചു. പക്ഷെ അവന് കടിയൊന്നുമില്ല. മദ്രസക്ക് പോകുമ്പോൾ എത്ര കൊടുത്താലും തിന്നില്ല, ചായ മാത്രമേ കുടിക്കുള്ളൂ. ചില ടൈമിൽ തിന്നും. പിന്നെ നേരൊക്കെ ഇങ്ങനെ പരപരാ വെളുക്കലുണ്ട്. എന്താ ലഭ്യവും അങ്ങനെയൊക്കെ പുറത്തു ചെറിയൊരു ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തട്ടോ, എല്ലാം ഒന്നും കിട്ടും ചെയ്തില്ല. അങ്ങനെയൊക്കെ അത് പരപരാ വെളുത്താൽ കുറച്ച് ഭാഗത്ത് ഷൂട്ട് ചെയ്തോ നേരെ കിട്ടി. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് നേരെ നമ്മളെന്താട്ടി നമ്മളെ സ്വിച്ചുള്ളത് ഇട്ടിരുന്നു. അങ്ങനെ സ്വിച്ചുള്ള വന്നിട്ടിരുന്നു. അങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ എന്താ പറയുക പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കണത്. എല്ലാവർക്കും ആ ഒരു ഇതുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പിന്നെ അവിടെ വന്ന് കുത്തിരുന്ന് അങ്ങനെ അങ്ങോട്ടും നോക്കും ഇങ്ങോട്ടും നോക്കും. പിന്നെ ഇതിൽ നമ്മളെ കുട്ടികളൊന്നും തിരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ കഴിഞ്ഞ് മുറ്റടിക്കാൻ ഇറങ്ങി കേട്ടോ. ഇതെല്ലാം അടിച്ചിട്ടില്ലാണ് ഞാൻ. എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അങ്ങനെ ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. അത് നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഇനിയും വരാം. ഓക്കെ, ബൈ.